അവനെ ഇപ്പോൾ ഗൗതമിന് പല കാര്യങ്ങളും അവളോട് പറയാനുണ്ടായിരുന്നു. പക്ഷേ തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താൻ അവൻ ഇപ്പോൾ തയ്യാറായിരുന്നില്ല. ഇനി പേടിക്കേണ്ട കാര്യമില്ല. അവർ ചെയ്തതിന് ശിക്ഷ അവർക്ക് ലഭിച്ചു. ഗൗതം തന്റെ പോക്കറ്റിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എടുത്ത് അവനിക്ക് കൊടുത്തു. നോക്ക്, അച്ഛനെ രക്ഷിക്കാനുള്ള പണം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്ര വലിയ തുക ഇത്ര പെട്ടെന്ന് എങ്ങനെ? സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ഗൗതമൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു നിമിഷം അവൻ മൗനമായി നിന്നു. ഗൗതം, ചോദിച്ചത് കേട്ടില്ലേ? ഈ ചെക്ക് ആരാ തന്നത്? ഞാൻ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ. അവന്റെ കമ്പനി അടുത്തിടെ വലിയ ലാഭം നേടി. അതുകൊണ്ട് അവൻ എന്നെ സഹായിച്ചു. അവനെ അതിശയത്തോടെ ചെക്കിലേക്ക് നോക്കി നിന്നു. ഈ പണം നമുക്ക് പതിയെ തിരികെ കൊടുക്കാം. അവന് തിരക്കൊന്നുമില്ലെന്നാ പറഞ്ഞത്.